കോൺഗ്രസ് വിട്ട എൻസിപിയിൽ ചേക്കേറിയ മുൻ കേന്ദ്രമന്ത്രിയും എംപിയും ഒക്കെയായ PC ചാക്കോയ്ക്ക് ഒരു വിചാരമുണ്ടായിരുന്നു. പേരൊത്ത തലപ്പൊക്കമുള്ള നേതാക്കന്മാരില്ലാത്ത എൻസിപിയിൽ കൊടികുത്തി വാഴാമെന്ന്. എന്നാൽ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ചാക്കോ തന്ത്രങ്ങൾ വിലപ്പോയില്ല. ഒടുവിൽ മുൻ കേന്ദ്രമന്ത്രിയും എംപിയും ഒക്കെയായ PC ചാക്കോയ്ക്ക് വെറും കൈയുമായിട്ട് എൻസിപിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള രഹസ്യ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ ചാക്കോയെ CPM നോട്ടമിട്ടിരുന്നു. ഒടുവിൽ ഒരു ചലനവും ഉണ്ടാക്കാതെ ചാക്കോ പടിയിറങ്ങുകയാണ്. മന്ത്രി AK ശശീന്ദ്രനും മന്ത്രിസ്ഥാനം മോഹിച്ച തോമസ് കെ തോമസും കൈകോർത്തതോടെയാണ് ചാക്കോയ്ക്ക് അധ്യക്ഷ പദവി നഷ്ടമായത്. പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ച ആളെ മന്ത്രി കസേരയിൽ ഇരുത്താൻ ശേഷിയില്ലാത്ത സംസ്ഥാന അധ്യക്ഷൻ എന്ന നാണക്കേടും പദവി രാജിവെക്കാൻ ചാക്കോയെ നിർബന്ധിതനാക്കി. കുട്ടനാട് MLA തോമസ് കെ തോമസിനൊപ്പം നിർത്തി ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും തുരത്താൻ പലവട്ടം മുമ്പേക്ക് ചാക്കോ വണ്ടി കയറിയെങ്കിലും ഒന്നും നടന്നില്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശശീന്ദ്രനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനമാണ് ചാക്കോയ്ക്ക് തിരിച്ചടിയായത്. ക്ലിഫ് ഹൗസിലെത്തി പലവട്ടം ചാക്കോയും വാലുകളും ശശീന്ദ്രനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പിണറായി വിജയൻ അനങ്ങിയില്ല. സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിക്ക് വെറും കടലാസിന്റെ വില മാത്രമുള്ളൂ എന്ന് PC ചാക്കോ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പാർട്ടി പിളരാതിരിക്കാൻ വേണ്ടിയാണ് രാജിവെക്കുന്നത് എന്നാണ് PC ചാക്കോ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചത്. 2021 മാർച്ചിലാണ് PC ചാക്കോ കോൺഗ്രസ് വിട്ടത്. കേരളത്തിൽ കോൺഗ്രസ് ഇല്ല എന്നും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ മാത്രമാണുള്ളതെന്നും ആരോപിച്ച് ഹൈക്കമാൻഡിന് രാജിക്കത്ത് നൽകിയാണ് PC അന്ന് പടിയിറങ്ങിയത്. പവാറിനോട് ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ചാക്കോ പിന്നീട് NCPയുടെ ഭാഗമാവുകയായിരുന്നു. ചാക്കോയ്ക്ക് NCP സംസ്ഥാന കമ്മിറ്റി നൽകിയ ഔദ്യോഗിക സ്വീകരണ യോഗത്തിൽ മുൻപ് കോൺഗ്രസിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകളിൽ പൊട്ടിക്കറിഞ്ഞ ശശീന്ദ്രൻ തന്നെയാണ് പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ പ്രധാന എതിർപക്ഷമായി മാറിയതെന്നതും കാലത്തിന്റെ കളികളാണ്. പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ മുന്നണിക്ക് പുറത്തു പോകേണ്ടി വരുമെന്നും കേരളത്തിലെ NCP പിളരുമെന്നും ബോധ്യമുള്ള PC ചാക്കോ വലിയ എതിർപ്പുകൾക്ക് നിന്നിരുന്നില്ല. എന്നാൽ ഉള്ളിലുള്ള പിണറായി വിരോധം മറക്കാതെ കാത്തു സൂക്ഷിച്ച ചാക്കോ അത് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് LDFൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് കാരണമാകുന്നത്. NCP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ PC ചാക്കോ നടത്തിയ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് പിണറായി വിരോധമായിരുന്നു. ഇതിന്റെ ഓഡിയോ ക്ലിപ്പ് കൂടി പുറത്തു വന്നതോടെ ഗത്യന്തരമില്ലാതെ PC ചാക്കോ വീഴുകയായിരുന്നു. ഇനി കോൺഗ്രസിലേക്ക് ഒരു മടക്കത്തിനുള്ള സാധ്യതകൾ PC ചാക്കോ തേടുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മടങ്ങാൻ മനസ്സനുവദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വിരളമാണെന്നിരിക്കെ രാഷ്ട്രീയ ജീവിതം തന്നെ ഒരുപക്ഷെ അവസാനിക്കാനുള്ള സാധ്യതകളും കാണുകയാണ്.